നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ PSC പരീക്ഷകളിൽ എപ്പോഴും സംഭവിക്കാറുള്ള മൈനസ് മാർക്കിന് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്താം, മൈനസ് മാർക്കിന് വിട എന്നൊരു സെഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് കൺഫ്യൂസിങ് ചോദ്യങ്ങളാണ്. അതെങ്ങനെ കൺഫ്യൂഷൻ മാറ്റി പഠിക്കാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രി, തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി എന്നീ വിശേഷണങ്ങൾക്കുടമ ആരാണ്? പരവൂർ TK നാരായണ പിള്ളയാണ്. പറവൂർ TK നാരായണ പിള്ള. അപ്പൊ തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രിയും തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി, ഈ TK എന്നുള്ളത് തിരുക്കൊച്ചിയായിട്ട് കണക്ട് ചെയ്താൽ തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി TK നാരായണ പിള്ളയാണെന്ന് കിട്ടും. അതുപോലെ തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രിയും ആരാണ്? പറവൂർ TK നാരായണ പിള്ള. എന്നാൽ തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി ആരാണ്? പട്ടം താണുപിള്ളയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി, പട്ടം താണുപിള്ള. കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി പട്ടം താണുപിള്ള, കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രി ആരാണ്? ഇക്കണ്ട വാര്യറാണ് കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രി. അപ്പൊ തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രി ആരാണ്? പറവൂർ TK നാരായണ പിള്ളയും. കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യരും തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി പനമ്പള്ളി ഗോവിന്ദ മേനോനുമാണ്. ഒന്നുകൂടെ പറയാം. തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രി TK നാരായണ പിള്ള, കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യർ, തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി പനമ്പള്ളി ഗോവിന്ദ മേനോൻ. ഇനി തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? പറവൂർ TK നാരായണ പിള്ള. ഓക്കെ. തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി ആരാണ്? പട്ടം താണുപിള്ളയുമാണ്. ഇന്ത്യയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ടയാണ്. എന്നാൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തുമ്പ. മിസൈൽ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? ഒഡീഷയിലെ വീലർ ദ്വീപുമാണ്. അപ്പം ഇന്ത്യയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട, റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ, മിസൈൽ വിക്ഷേപണ കേന്ദ്രം ഒഡീഷയിലെ വീലർ ദ്വീപ്. ഇനി വരാനിരിക്കുന്ന LDC മെയിൻസ്, LGS മെയിൻസ്, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് മുതലായ പരീക്ഷകൾക്ക് ഇതുവരെയായിട്ടും പ്രിപ്പറേഷൻസ് തുടങ്ങാത്ത ആളാണോ നിങ്ങൾ? എങ്കിൽ അൺഅക്കാഡമിയിൽ ഇതാ പുതിയ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. LDC മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു 80 ദിവസത്തെ ബാച്ച് കോഴ്സ് സെപ്റ്റംബർ 1 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജേതാവ് എന്നാണ് ഈ കോഴ്സിന്റെ പേര്. അപ്പൊ ഈ കോഴ്സും അൺഅക്കാഡമിയിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഒരുമിച്ച് ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ 10% ഡിസ്കൗണ്ടോടെ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായി ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. കൂടാതെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു 100 ദിവസത്തെ ബാച്ച് കോഴ്സ് സെപ്റ്റംബർ 2 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 6 ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് സിലബസ് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്യുന്ന രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പം ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ ഈ പറയുന്ന എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. കൂടാതെ 12th ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ദിശ. LGS മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടും കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ജേതാവ്. അപ്പോൾ കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ടെസ്റ്റ് സീരീസും നിങ്ങൾക്ക് ഒരു പൈസ പോലും കൊടുക്കാതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് LDC മെയിൻസ് പരീക്ഷയ്ക്കും ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്കും വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റ് സീരീസും അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സുകൾ ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്തോളാം. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുക. ഓക്കെ. ജീവിത സമരം എന്ന ആത്മകഥ രചിച്ചത് ആരാണ്? C കേശവനാണ് ജീവിത സമരം എന്ന ആത്മകഥ രചിച്ചത്. ഓക്കെ, C കേശവൻ. ജീവിതം ഒരു സമരം എന്നത് അക്കാമ ചെറിയാന്റെയും സമരം തന്നെ ജീവിതം എന്നത് VS അച്യുതാനന്ദന്റെയും ആത്മകഥകളാണ്. ഒന്നുകൂടെ നോക്കാം. ജീവിത സമരം എന്ന ആത്മകഥ രചിച്ചത് C കേശവനാണ്. ജീവിത സമരം എന്ന് മാത്രമാണെങ്കിൽ ആരാണ്? C കേശവൻ. ജീവിതം ഒരു സമരം, ജീവിതം ഒരു സമരമാണെങ്കിൽ അക്കാമ ചെറിയാൻ, അക്കാമ ചെറിയാൻ. സമരം തന്നെ ജീവിതമാണെങ്കിൽ ആരാണ്? VS അച്യുതാനന്ദന്റെ ആത്മകഥയാണ്. ഭൂമിയിലെ ഏറ്റവും അപൂർവ ലോഹം ഏതാണ്? റേഡിയമാണ്. എന്നാൽ ഏറ്റവും അപൂർവ മൂലകം ഏതാണ്? അത് അസ്റ്റാറ്റിൻ ആണ്. അപ്പം ഭൂമിയിലെ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് റേഡിയം. മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അസ്റ്റാറ്റിൻ, അസ്റ്റാറ്റിൻ. ഓക്കെ. ടെക്നോ പാർക്ക് ഔദ്യോഗികമായി രാഷ്ട്രത്തിന് സമർപ്പിച്ചത് 1995 ടെക്നോ പാർക്ക് സ്ഥാപിതമായത് 1990. ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ടെക്നോ പാർക്ക് ഒഫീഷ്യലി രാഷ്ട്രത്തിന് സമർപ്പിച്ചത് 1995. ടെക്നോ പാർക്ക് സ്ഥാപിതമായത് 1990 ആണ്.
കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേരാണ് തെളിമ. ഖരമാലിന്യമൊക്കെ സംസ്കരിച്ച് നല്ല തെളിഞ്ഞ ഒരു അന്തരീക്ഷമാക്കി മാറ്റി എന്ന് ഓർത്താൽ മതി, തെളിമ. എന്നാൽ തീർത്ഥം പദ്ധതി എന്ന് പറയുന്നത് കുടുംബശ്രീയുടെ തന്നെ പദ്ധതിയാണ്. അതെന്താണ്? 1 ലിറ്റർ ശുദ്ധജലം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയ കുടുംബശ്രീയുടെ പദ്ധതി. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, 1 ലിറ്റർ ശുദ്ധജലം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ്? തീർത്ഥം. സാന്ത്വനം പദ്ധതി എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗികൾ സമയാസമയങ്ങളിൽ പരിശോധിക്കാനുള്ള സൗകര്യമൊരുക്കുക. അപ്പോൾ സാന്ത്വനം പദ്ധതി എന്ന് പറയുമ്പോൾ രക്തസമ്മർദ്ദവും പ്രമേഹവും തുടങ്ങിയ രോഗങ്ങൾ സമയാസമയം പരിശോധിക്കാനുള്ള സൗകര്യം ഒരുക്കുക എന്നീ ഉദ്ദേശത്തോടു കൂടി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ്. അപ്പൊ കുടുംബശ്രീയുടെ 3 പദ്ധതികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തെളിമ എന്ന് പറയുന്നത് ഖരമാലിന്യ സംസ്കരണ പദ്ധതിയാണ്. തീർത്ഥം എന്ന് പറയുന്നത് 1 ലിറ്റർ ശുദ്ധജലം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. സാന്ത്വനം എന്ന് പറയുന്നത് രക്തസമ്മർദ്ദവും പ്രമേഹവും തുടങ്ങിയ രോഗങ്ങൾ സമയാസമയങ്ങൾ പരിശോധിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുക എന്ന പദ്ധതിയാണ്. ഓക്കെ, അടുത്ത ഫാക്ട്, സ്വാതന്ത്ര്യം നേടിയ ആദ്യ ആഫ്രിക്കൻ രാജ്യം ഏതാണ്? ഘാനയാണ്. ആഫ്രിക്കൻ വൻകരയിലെ ആദ്യ റിപ്പബ്ലിക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ലൈബീരിയയാണ്. സ്വാതന്ത്ര്യം നേടിയ ആദ്യ ആഫ്രിക്കൻ രാജ്യം ഏതാണ്? ഘാനയാണ്. എന്നാൽ ആഫ്രിക്കൻ വൻകരയിലെ ആദ്യ റിപ്പബ്ലിക് ലൈബീരിയയുമാണ്. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് കണ്ണാടിയാണ്. കണ്ണാടി ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലെ കണ്ണാടി ഗ്രാമപഞ്ചായത്താണ് കേരളത്തില് ആദ്യമായിട്ട് എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യയില് ആദ്യമായി സ്വകാര്യ പങ്കാളിത്തത്തോടെ വൈദ്യുത ഉൽപാദനം ആരംഭിച്ചത് മാങ്കുളം പഞ്ചായത്താണ്. മാങ്കുളം പഞ്ചായത്താണ് ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യ പങ്കാളിത്തത്തോടെ വൈദ്യുത ഉൽപാദനം ആരംഭിച്ച പഞ്ചായത്ത് മാങ്കുളവും. തൃശൂർ കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷനുമാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയില് ആദ്യമായി സ്വകാര്യ പങ്കാളിത്തത്തോടെ വൈദ്യുത ഉൽപാദനം ആരംഭിച്ചത് മാങ്കുളം പഞ്ചായത്തും തൃശൂര് കേരളത്തിൽ വൈദ്യുത വിതരണം നടത്തുന്ന മുനിസിപ്പൽ കോർപ്പറേഷനും ആണ്. ഓക്കെ, അടുത്തത് SNDPയുടെ മുഖപത്രം വിവേകോദയമാണ്. എന്നാൽ ഇപ്പോഴത്തെ മുഖപത്രം ഏതാണ്? യോഗനാഥം. അപ്പൊ SNDPയുടെ ആദ്യത്തെ മുഖപത്രം വിവേകോദയം. ആദ്യത്തെ മുഖപത്രം ഏതാണ്? വിവേകോദയം. ഇപ്പോഴത്തേത് ഏതാണ്? യോഗനാഥം. SNDP. ധർമ്മരാജ എന്ന നോവൽ എഴുതിയത് CV രാമൻ പിള്ളയാണ്. എന്നാൽ ഇതേ പേരിൽ നിരൂപണം എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ധർമ്മരാജ എന്ന പേരിൽ നോവലും ഉണ്ട്, അതുപോലെ നിരൂപണവും ഉണ്ട്. ധർമ്മരാജ എന്ന നോവൽ എഴുതിയത് CV രാമൻ പിള്ളയും, അതുപോലെ ഇതേ പേരിൽ നിരൂപണം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുമാണ്. വെങ്ങാനൂരാണ് കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത്. വെങ്ങാനൂര് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ പഞ്ചായത്താണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് എറണാകുളമാണ്. ഓക്കെ, ബാലസൗഹൃദ പഞ്ചായത്ത് ഏതാണ്? നെടുമ്പാശ്ശേരി. അപ്പോൾ വെങ്ങാനൂര് കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത്, കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ ജില്ല എറണാകുളം, ആദ്യത്തെ ബാല സൗഹാർദ്ദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലമാണ്, രാജാവ് കുരുമുളകാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലവും രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകുമാണ്. രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 20 സദ്ഭാവനാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. രാജീവ് ഗാന്ധിയുടെ ജന്മദിനം എന്നാണ്? ഓഗസ്റ്റ് മാസം 20 സദ്ഭാവനാ ദിനം. ചരമദിനമായ മെയ് മാസം 21 ഭീകരവാദ വിരുദ്ധ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പൊ രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 20 സദ്ഭാവനാ ദിനമായും ചരമദിനമായ മെയ് മാസം 21 ഭീകരവാദ വിരുദ്ധ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആണ്. നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് നെഹ്റു ആണ്. എന്നാൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്, മഹാത്മാ ഗാന്ധിയാണ്. പഴശ്ശി കുടീരം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. പഴശ്ശി സ്മാരകം, പഴശ്ശിയുടെ മ്യൂസിയം കോഴിക്കോടാണ്. പഴശ്ശി ഡാം എവിടെയാണ്? കണ്ണൂരിലുമാണ്. അപ്പൊ പഴശ്ശി കുടീരം എന്ന് ചോദിച്ചാലും സ്മാരകം എന്ന് ചോദിച്ചാലും മാനന്തവാടിയാണ്, വയനാട്. പഴശ്ശി മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ്. പഴശ്ശി ഡാം എവിടെയാണെന്ന് ചോദിച്ചാൽ കണ്ണൂരാണ്. ഇന്ത്യയിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ ബംഗളൂരുവിലാണ് നിലവിൽ വന്നത്. ആദ്യ പോസ്റ്റ് ഓഫീസോ ചെന്നൈയിലാണ് നിലവിൽ വന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ ബംഗളൂരുവിലാണ്, എന്നാൽ ആദ്യ പോസ്റ്റ് ഓഫീസ് ചെന്നൈയിലാണ്.
ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്തുമാണ്. ഓക്കെ, അത് കേരളത്തില്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ ബംഗളൂരുവിലാണ്. എന്നാൽ ആദ്യ പോസ്റ്റ് ഓഫീസ് ചെന്നൈയിലാണ്. ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണ്, കേരളത്തില്. പി കേശവദേവാണ് ഞാനിപ്പോ കമ്മ്യൂണിസ്റ്റ് ആകും എന്ന കൃതി രചിച്ചത്. ഞാനിപ്പോ കമ്മ്യൂണിസ്റ്റ് ആകും എന്ന കൃതി രചിച്ചത് പി കേശവദേവ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന കൃതി രചിച്ചത് തോപ്പിൽ ഭാസി. നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന കൃതി രചിച്ചത് സിവിക് ചന്ദ്രനുമാണ്. ഓക്കെ, ഞാനിപ്പോ കമ്മ്യൂണിസ്റ്റ് ആകും പി കേശവദേവ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി തോപ്പിൽ ഭാസി. നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി സിവിക് ചന്ദ്രൻ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒരുപാട് ഫാക്ട്സ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കൺഫ്യൂഷൻ ഇല്ലാതെ ഈ ഫാക്ട്സ് പഠിച്ചു വെക്കുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.